അല്ലേ ചേച്ചി, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് തിരുവൂർ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലായിരുന്നോ? അവിടുത്തെ നേഴ്സാണ് ഞാൻ. ഡോക്ടർ നിങ്ങളോട് എത്രയും പെട്ടെന്ന് സർജറി നടത്താൻ പറഞ്ഞല്ലേ, എന്നിട്ടാണ് ഇവിടെ ഒന്ന് പണിയെടുത്ത് നിൽക്കുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ വേറെ ആരുള്ളേ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ അച്ഛനോ? ഞങ്ങൾ ഇട്ടിച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതാ. 2 വർഷം കഴിഞ്ഞു. എൻ്റെ ചേച്ചി, ഈ സർജറി ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടുന്ന് ഡോക്ടർ എഴുതുന്ന ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെന്താ പറഞ്ഞത്? സർജറിക്ക് മറ്റുമായിട്ട് 3 ലക്ഷം ആവുന്നാ പറഞ്ഞത്. അവിടെ നെയ്ത്തുനിന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലും ചേച്ചി അതും പറഞ്ഞിട്ട്. ഞാനിവിടെ ക്ലിനിക്കിൽ ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി, അത് വെറും പെയിൻ കില്ലർ മാത്രമാണ്, അതുകൊണ്ടൊന്നും ആയില്ല. നിങ്ങൾ പോയിക്കോ, മുതലാളി ഇപ്പോൾ വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വല്ല പൈസയും കിട്ടും. എന്താ ഇപ്പോഴും അവനെ കുറിച്ച് തന്നെ ആലോചിച്ച് വെക്കണോ? എടോ, ആ ചേച്ചിൻ്റെയും കുഞ്ഞിൻ്റെയും മോവേ എൻ്റെ മനസ്സൊന്നും പോകുന്നില്ല. സർജറി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിന് വേറെ ആരും ഇല്ലടോ. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാൻ പറ്റില്ലേ? അതാ ഞാനും ആലോചിച്ചത്, എന്തായാലും സഹായിക്കണം. അല്ലടോ, ഇതുപോലെ നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാരുണ്ടാവല്ലേ. എന്ത് ചെയ്യാനേട്ടാ, പൈസ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിൽ നല്ല ചികിത്സ കിട്ടും, അല്ലാത്തവർക്കേ തന്നെയായിരിക്കും അവസ്ഥ. പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമ്മളടക്കം പെടും. അതൊക്കെ ഇവരെ പോലുള്ളവർക്ക് താങ്ങണ്ടേട്ടാ. ആ ഒരു തെറ്റിദ്ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. എടാ, മാസം 400-500 മിൽക്കൊക്കെ പ്രീമിയം വരുന്ന പ്ലാനുകൾ എടുക്കുക, 1 കോടി വരെയൊക്കെ കവറേജും കിട്ടും. ഇത്ര ചെറിയ പൈസയുള്ളൂ? ശരിക്കും ഏട്ടൻ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് ആർക്കും അറിയാത്തോണ്ടായിരിക്കും. അല്ല, ഇതിപ്പോ എങ്ങനെ എടുക്കുക? അതിന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ബയോയുള്ള ലിങ്കിൽ പോയാലേ എന്തെങ്കിലും 51 പരം കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. അതും 25% വരെ ഡിസ്കൗണ്ടോട് കൂടി. ഈ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യ. പക്ഷെ ആ ചേച്ചിന്റെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോഴാണ് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാവും. അമ്മയില്ലെങ്കിലും മോൻ അച്ഛമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കണേ. അമ്മ എവിടെ പോവാണ്?